ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും NSS നേതൃത്വത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നിൽ ഗൂഢ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ഇരുവരും മറുപടി അർഹിക്കുന്നത് പോലുമില്ല. വിഷയത്തിൽ പരസ്യ പ്രതികരണം ഇല്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനുള്ള അനുമതി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നിഷേധിച്ചത്. ഇതിനെതിരെയായിരുന്നു സുകുമാരൻ നായരെ ഉന്നമിട്ടുള്ള ഉപരാഷ്ട്രപതിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. I am the General Secretary, so you should not come, he should not come, that should not be our aim. ഉപരാഷ്ട്രപതിക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSSനെതിരെ വിമർശനവുമായെത്തി. വരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. നമുക്കതിനകത്ത് ദുഃഖമുണ്ടോ? നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ്. അതിനെ അവർ എതിർക്കുന്നില്ലല്ലോ. പെരുമയെന്ന് പറയുന്നത് വന്ന തപ്പൂപ്പന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ്. അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും നടത്തിയ പ്രതികരണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സുകുമാരൻ നായർ. ഇരുവരും മറുപടി അർഹിക്കുന്നത് പോലുമില്ല. പ്രതികരണം നടത്തിയവർക്ക് പിന്നിൽ ഗൂഢരാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രതികരണം നടത്തി അവരുടെ ചൂണ്ടയിൽ കൊത്താനില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. വർഷങ്ങൾക്ക് മുൻപ് NSSന്റെ ബഡ്ജറ്റ് യോഗത്തിലേക്കാണ് സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത്. അത് NSSന്റെ ആഭ്യന്തര കാര്യമാണ്. അതിനാലാണ് സുരേഷ് ഗോപി അന്ന് തടഞ്ഞതെന്നും NSSന്റെ വിശദീകരണം. ഈ കാണുന്ന മന്നം സമാധി NSS ക്ഷേത്രം പോലെ കാണുന്ന ഇടമാണെന്നും ഇതിനുള്ളിൽ നായകയറ്റിയുള്ള പരിശോധന അംഗീകരിക്കാനാകാത്തത് കൊണ്ടാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശന അനുമതി നിഷേധിച്ചതെന്നും സുകുമാരൻ നായർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പെരുന്നയിൽ നിന്ന് ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.